ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കടലയും മുട്ടയും കൊണ്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഭയങ്കര വെറൈറ്റിയാണ്, എന്നാൽ നല്ല സിമ്പിളുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 സബോള പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കടല ഇട്ട് കൊടുക്കാം. നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ്. സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന അതുപോലെ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിന്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യുക, എങ്കിലേ നമുക്ക് പലഹാരവും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അരച്ചെടുത്ത കടല നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നൈസായിട്ടൊന്നുമല്ല, കുറച്ച് തരിതരിപ്പുണ്ട്, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതേ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 3 ഉണക്കമുളകും 3 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. അത് ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ ഇനി വെള്ളം ചേർക്കണം എന്നുള്ളത്. ഈ ഒരു മാവിന്റെ പരുവം ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല കട്ടിയും ആവരുത്. അതുകൊണ്ട് ഇതുപോലെ ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവം മനസ്സിലാവും. ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളമാണ്. ഇത്രയും തന്നെ വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം, അതല്ലാന്നുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഞാനിതുപോലെ കുറച്ചെടുത്തിട്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരെണ്ണം കൂടെ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കയ്യിൽ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുകയോ ചെയ്തിട്ട് ഇതുപോലെ മാവ് എടുത്തിട്ട് ഇതുപോലെ മാവൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഓയിൽ വേണ്ട. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ പോയി കിട്ടുകയോ ചെയ്യും. അതുപോലെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവും, അതുപോലെ തന്നെ അകം വേവേയില്ല. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എണ്ണയും കുടിക്കുന്നില്ല ഇത്. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.